لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. قال رسول الله صلى الله عليه وسلم ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന പ്രവാചക വചനത്തോടെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ കുവൈത്ത് സംഘടിപ്പിക്കുന്ന റയ്യാൻ മത്സരത്തിലേക്ക് നിങ്ങളേവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മാനവരാശിക്കാകമാനം മാർഗദർശന ഗ്രന്ഥമായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാസാഗരമാണ്. ഖുർആനാകുന്ന അത്ഭുത പ്രപഞ്ചത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിലെ അമൂല്യമായ രത്നങ്ങൾ വാരിയെടുത്ത് ആത്മനിർവൃതിയടയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതിലെ അത്ഭുതങ്ങളും ഖുർആനിൻ്റെ അമാനുഷികതയും നമുക്ക് കൂടുതൽ ബോധ്യമാവും. ശാസ്ത്രീയവും ഭാഷാപരവും ചരിത്രപരവും വൈജ്ഞാനികവുമായ ഒട്ടനവധി അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധ ഖുർആൻ. 1400 സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ മാറ്റത്തിരുത്തലുകളും കൂടാതെ അറിവിൻ്റെ അക്ഷയഖനിയായി അജയ്യമായി ഖുർആൻ ഇന്നും നിലനിൽക്കുന്നു എന്നത് തന്നെ ഒരു മഹാ അത്ഭുതമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ലക്ഷക്കണക്കായ ആളുകൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഹൃദയസ്ഥമാക്കിയ 600-ലധികം പേജുകളും 6000-ലധികം വചനങ്ങളുമടങ്ങിയ മറ്റൊരു ഗ്രന്ഥം ലോകത്ത് തന്നെ നമുക്ക് കാണാൻ സാധ്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിച്ച സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങളിൽ തന്നെ ഭ്രൂണശാസ്ത്ര സംബന്ധിയായ ശാസ്ത്രീയ വസ്തുതകളിലേക്ക് വെളിച്ചം വീശി സൃഷ്ടാവായ റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. വളരെ അടുത്ത കാലത്ത് വികാസം പ്രാപിച്ച ഒരു ശാസ്ത്രശാഖയാണ് ഭ്രൂണശാസ്ത്രം. ക്രിസ്തുവർഷം 610 ആഗസ്റ്റ് മാസത്തിലായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വചനങ്ങൾ അവതീർണമായത്. സൗരവർഷക്കണക്കനുസരിച്ച് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 39 വയസ്സും 3 മാസവും, ചന്ദ്രവർഷക്കണക്കനുസരിച്ച് 40 വയസ്സും 6.5 മാസവുമായിരുന്നു പ്രായം. മനുഷ്യ സൃഷ്ടിപ്പിനെപ്പറ്റി മൂഢധാരണകൾ നിലനിന്നിരുന്ന കാലത്താണ് എഴുത്തും വായനയും അറിയാത്ത, ആധുനിക ശാസ്ത്രമോ ചരിത്രമോ വശമില്ലാത്ത, ലോകപരിചയമില്ലാത്ത, തീർത്തും ഉമ്മിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. പുരുഷൻ്റെ രേതസ്കണങ്ങളിൽ നിന്ന് മാത്രമാണ് കുഞ്ഞു ജനിക്കുന്നത് എന്നും അതല്ല സ്ത്രീയുടെ ആർത്തവരക്തമാണ് കുഞ്ഞിൻ്റെ ജനനഹേതു എന്നുമുള്ള അബദ്ധജടിലമായ ധാരണകൾ ആണ് അന്ന് മനുഷ്യന്മാർ വെച്ചു പുലർത്തിയിരുന്നത്. പിന്നീട് 19-ാം ശതകത്തിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിന് ബോധ്യം വന്നത്. എന്നാൽ ഭ്രൂണശാസ്ത്ര സംബന്ധിയായി 14 മുമ്പ് തന്നെ മനുഷ്യൻ വിവിധ ഘട്ടങ്ങളിലായാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയുണ്ടായി.
നൂഹ് എന്ന അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, വഖദ് ഖലഖകും അത്വാറാ, തീർച്ചയായും നിങ്ങളെ സൃഷ്ടിച്ചത് വിവിധ ഘട്ടങ്ങളായാണ്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഈ വിവിധ ഘട്ടങ്ങളെപ്പറ്റി 23-ാം അധ്യായമായ സൂറത്ത് മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിലും മറ്റുമായി വളരെ മനോഹരമായി ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട്. ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ഖുർആനിൻ്റെ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ തിരിച്ചറിഞ്ഞാണ് ലോകപ്രശസ്ത എംബ്രിയോളജിസ്റ്റ് ആയ കീത്ത് അൽ മൂറിനെ പോലെയുള്ള പ്രതിഭാശാലികൾ ഖുർആനിൻ്റെ തണലിലേക്ക് മാറി നിന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസർ എടുത്താൽ പോലും കൗതുകകരമായ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ പരിചയമുള്ളത് മീമില്ലാത്ത അധ്യായം എന്ന പേരിലാണ് സൂറത്തുൽ കൗസറിനെ നമ്മൾക്ക് അറിയുന്നത്. ഈ സൂറത്തിലെ 3 വചനങ്ങളും അവസാനിക്കുന്നത് അറബി അക്ഷരമാലയിലെ 10ാമത്തെ അക്ഷരമായ റാ കൊണ്ടാണ്. അക്ഷരങ്ങളിലെ ആവർത്തനങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ 3 ആയത്തുകളിലും 10 അക്ഷരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് 10 വീതം അക്ഷരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗണിതശാസ്ത്ര അത്ഭുതങ്ങൾ അടങ്ങിയ ഈ ചെറിയ അധ്യായം പോലും ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് പ്രചോദനമാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാനും ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി നാം ഏവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.